നിവർത്തിയില്ലാതെ അവസാനം സുരേഷ് ഗോപി ആശാന്റെ വിഷയത്തിൽ പ്രതികരിച്ചു. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന കലാമണ്ഡലം ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടിയുമായാണ് സുരേഷ് ഗോപി എത്തിയത്. പാർട്ടി ജില്ലാ അധ്യക്ഷനാണ് പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കുന്നതെന്നും ഒരാളെയും ഗോപി ആശാനെ കാണുന്നതിനായി ചുമതല ഏൽപ്പിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ സമീപിക്കുന്നതിന് ആളുകളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നതും BJP ജില്ലാ അധ്യക്ഷൻ അനീഷുമായിട്ടാണ്. ഗോപി ആശാനെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മകന്റെ പോസ്റ്റ് ഞാൻ വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. നേരത്തെ പലതവണ ഗോപി ആശാനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹത്തിന് മുണ്ടും നേരിയതും നൽകി വണങ്ങിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഗോപി ആശാന്റെ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തതടക്കം ഞാനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മകന്റെ മനസ്സാണോ ഗോപി ആശാന് എന്ന് അറിയുകയുമില്ല. പ്രമുഖരായ കലാകാരന്മാരെയും വ്യക്തികളെയും സ്ഥാനാർത്ഥികൾ കാണുന്നത് സ്വാഭാവികമായ കാര്യമാണ്. ഗുരുത്വത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ വ്യക്തികളെ കണ്ട് അനുഗ്രഹം തേടുന്നത്. ഗുരുനാഥ തുല്യരായവരെയാണ് കാണുന്നത്. ഗോപി ആശാൻ എനിക്ക് ഗുരുതുല്യനാണ്. ഗുരു എന്ന നിലയിൽ അദ്ദേഹത്തെ വണങ്ങാൻ ഇനിയും ആഗ്രഹവുമുണ്ട്. പാർട്ടി ജില്ലാ അധ്യക്ഷനോട് ഈ ആവശ്യം പറയും. എന്നിട്ടും നേരിട്ട് കണ്ട് അനുഗ്രഹം തേടാനായില്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ വെറ്റിലയും അടക്കയും മുണ്ടും നേരിയതും സമർപ്പിച്ച് ഗോപി ആശാന് മനസ്സുകൊണ്ട് പൂജയർപ്പിച്ച് അനുഗ്രഹം തേടുമെന്നും സുരേഷ് ഗോപി മറുപടി നൽകി. ഇനി ഗോപി ആശാന്റെ മകൻ രഘു ഗുരുകൃപയുടെ പോസ്റ്റ് നോക്കാം. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക. വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് താൽക്കാലിക ലാഭത്തിനല്ല, അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇതിനിടയിൽ ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി എത്തിയതും ശ്രദ്ധേയമായി. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് അദ്ദേഹം LDF സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വീഡിയോ സന്ദേശത്തിലൂടെയാണ് കലാമണ്ഡലം ഗോപിയുടെ വോട്ട് അഭ്യർത്ഥന. അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: K രാധാകൃഷ്ണന്റെ പ്രവൃത്തിയെ പറ്റിയും സ്വഭാവത്തെ പറ്റിയും തനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും താൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിരിക്കുമ്പോൾ ചേലക്കരയിലെ ജനപ്രതിനിധി എന്ന നിലയിലും രാധാകൃഷ്ണൻ പരിചിതനാണെന്നും കലാമണ്ഡലം ഗോപി വീഡിയോയിൽ പറയുന്നുണ്ട്. ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് വ്യക്തിപരമായി അദ്ദേഹത്തിനായി വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും ഗോപി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നു. അതേസമയം കേരളത്തിൽ ഇത്തവണ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. വിജയിച്ചാൽ തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് BJP പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്നും BJP നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഗോപി ആശാനെ BJP രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കാനായി പ്രത്യേക തന്ത്രങ്ങളും BJP മെനയുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് സാംസ്കാരിക രംഗത്തും പൊതുമണ്ഡലത്തിലും പ്രശസ്തരായവരെ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത്.